ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ ഒരു കാപ്പി പിടിച്ചുകൊണ്ട് നടക്കാൻ ഇറങ്ങി കേട്ടോ. അപ്പോൾ എം.കോം സ്റ്റുഡൻസിനും ബി.കോംകാർക്കൊക്കെ പഠിക്കാനുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ 4 പ്രധാനപ്പെട്ട ഡിസിഷനുകളെക്കുറിച്ചൊന്ന് സംസാരിക്കാം. ഒന്ന്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? നമുക്ക് ഒരു ലാൻഡ് വാങ്ങിയാലോ, അല്ലെങ്കിൽ ഒരു കാർ വാങ്ങിയാലോ, അല്ലെങ്കിൽ ഒരു പുതിയ മെഷീൻ വാങ്ങിയാലോ, അല്ലെങ്കിൽ പുതിയൊരു ബ്രാഞ്ച് ബിസിനസ്സിന് ആരംഭിച്ചാലോ, ഇതാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? വേർ ഷുഡ് വി ഇൻവെസ്റ്റ്? ഏറ്റവും നല്ല ചോയ്സ് ആവശ്യമാണ്. കാരണം ഒരുപാട് ലാൻഡ് ലഭ്യമാണ്, ഒരുപാട് മെഷീനുകൾ ലഭ്യമാണ്. അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ എവിടെ നമ്മൾ അല്ലെങ്കിൽ ഏതിനെ ചൂസ് ചെയ്യണമെന്നുള്ളതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. 2, ഫിനാൻസിങ് ഡിസിഷൻ. എവിടെ നിന്ന് അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്യാൻ ആവശ്യമായ ഫണ്ട് കണ്ടെത്തും? നമുക്കൊരു 5 crore rupees ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിന് ആവശ്യമാണ്. നമ്മുടെ കയ്യിൽ ഒരു 2 crore നമ്മുടെ റിസർവ് അല്ലെങ്കിൽ പഴയ പ്രോഫിറ്റൊക്കെ ഇരിപ്പുണ്ട്. ബാക്കി 3 crore rupees നമുക്ക് വേണമെങ്കിൽ, കമ്പനിക്ക് വേണമെങ്കിൽ കമ്പനിയുടെ ഷെയറുകൾ വിറ്റുകൊണ്ടോ, ഇഷ്യൂ ഷെയർ എന്ന് പറയുക, അല്ലെങ്കിൽ ഡിബഞ്ചറുകൾ അല്ലെങ്കിൽ കടപ്പത്രങ്ങൾ വിറ്റുകൊണ്ടോ, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ടോ എങ്ങനെ വേണമെങ്കിലും കണ്ടെത്താം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഫണ്ട് കളക്ട് ചെയ്യുമ്പോൾ ഈ ഫണ്ടിന് കോസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലുണ്ട്. ലോൺ എടുത്താൽ പലിശ കൊടുക്കണം, ഷെയർ ഇഷ്യൂ ചെയ്താൽ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ എല്ലാം കോസ്റ്റ് കണക്കാക്കി ആപ്റ്റായ സോഴ്സ് ഓഫ് ഫണ്ട് കണ്ടെത്തുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫിനാൻസിങ് ഡിസിഷൻ. 3, ഡിവിഡൻഡ് ഡിസിഷനാണ്. അറിയാലോ, ഡിവിഡൻഡ് എന്ന വാക്കിനകത്ത് തന്നെ ഉണ്ട് ഡിവൈഡ് ചെയ്യുക. കിട്ടുന്ന ലാഭം ഡിവൈഡ് ചെയ്ത ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണമോ വേണ്ടയോ? ഒന്നുകിൽ കൊടുക്കാം, അല്ലെങ്കിൽ ആ ലാഭം വീണ്ടും ബിസിനസ്സിൽ റീഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ റീഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ബിസിനസ്സിൽ പ്രോഫിറ്റിനെ പിടിച്ചു വെച്ചാൽ അത് നമ്മൾ റീറ്റൈൻഡ് ഏണിംഗ് അല്ലെങ്കിൽ റിസർവ് എന്നാണ് പറയുക. അപ്പോൾ ഫുൾ എമൗണ്ട് ഡിവൈഡ് ചെയ്യണോ, ഫുൾ എമൗണ്ട് റീറ്റൈൻ ചെയ്യണോ, അല്ലെങ്കിൽ ഇതിനിടയ്ക്കൊരു പെർസെൻറ്റേജ് ഡിസൈഡ് ചെയ്യണോ എന്നുള്ളതാണ് ഡിവിഡൻഡ് ഡിസിഷൻ. 4ാമത്തെ ഡിസിഷനാണ് സ്ഥാപനത്തിൻ്റെ ഡേ ടു ഡേ ഫങ്ഷനിങ് ആവശ്യമായിട്ടുള്ള തുക എപ്പോഴും ബിസിനസ്സിലുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് ബിസിനസ്സിൻ്റെ സ്റ്റോപ്പേജിന് കാരണമാണ് കേട്ടോ. അതാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ എന്ന് പറയുക. ഇറ്റ്സ് ഓൾ അബൌട്ട് ഇൻവെസ്റ്റിംഗ് ഇൻ കറണ്ട് അസറ്റ്സ്. ബിസിനസ്സിലെ കറണ്ട് അസറ്റ്സുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ എന്ന് പറയുക. അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് ഓരോ ഡിസിഷനുകളും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ കാണാം. ഗുഡ് ഡേ, ഹാപ്പി ഡേ, ഹാവ് സം